Ladies and gentlemen, this is Adesh and welcome to my comedy. ബംഗാല ശ്രീനാഥ് ബാസിയുടെ ഒരു ആക്ഷൻ പടം ഇപ്പൊ OTT വന്നിട്ടുണ്ട്. ബംഗാല ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. സിനിമയ്ക്ക് കറക്റ്റ് ടൈറ്റിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പൊങ്കാലയല്ല, കാണുന്നവരുടെ നെഞ്ചത്ത് പൊങ്കാല. ശ്രീനാഥ് ബാസി ഡെഫിനറ്റ്ലി എല്ലാവർക്കും അറിയാം, ഭയങ്കര ടാലന്റഡ് ആയിട്ട് ഒരു ആക്ടറാണ്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇജാതി നക്കിയ പടത്തിലൊക്കെ ആരെങ്കിലും കയറി അഭിനയിക്കും. ശ്രീനാഥ് ബാസിയുടെ കൊത്തരാജു അതാണ് പൊങ്കാല, കൊത്തരാജു എബേ. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് തിങ്കൾ മുതൽ വെള്ളി വരെ പൊങ്കാല ആ ലെവലായിരുന്നു. പാസം സീരിയല്, ഓവർ ആക്ടിങ് പറഞ്ഞ സകലെണ്ണ ഓവർ ആക്ടിങ്, പാസം മെഴുകൽ. സോ നമ്മുടെ ശ്രീനാഥ് ബാസിയുടെ ഡാഡി ആയിട്ട് ഇതിൽ അലൻസിയറാണ്. അണ്ണൻ കുറെ കടമൊക്കെ വാങ്ങിച്ചിട്ട് നാട്ടിൽ നിന്ന് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ വിചാരിച്ചു വല്ല പെണ്ണുങ്ങളിലൊപ്പം പോയിണ്ടാവുന്നു, കാരണം അലൻസിയറാണ്, അങ്ങനെ അങ്ങനത്തെ ക്യാരക്ടറെ ചെയ്യൂ. പക്ഷെ അങ്ങനെയല്ല. പിന്നീട് അങ്ങട് മറ്റേ സുധീർ കരമന പൈസ പിരിക്കാൻ വരുന്നു, സുധീർ കരമന ഇട്ട് ചവിട്ടുന്നു, ശ്രീനാഥ് ബാസി ജയിലിൽ പോകുന്നു. പിന്നീട് അങ്ങട് അണ്ണൻ കൊത്തരാജു ആണ്, എന്താണ് ചുമട്ടടിക്കണ കൊത്തരാജു എബി. ഈ സിനിമയില് കഥയും കവിതയൊന്നുമില്ല. അടി പറഞ്ഞ ഇത് ആക്ച്വലി എ റേറ്റഡ് ആണ്. അടി പറഞ്ഞ അടി മാത്രമേ ഉള്ളൂ. രാവിലെ ചായ കുടിക്കാൻ എണീക്കുന്നു, വല്ലവനെ പിടിച്ച് അടിക്കുന്നു. രാത്രിയാകുമ്പോ അവന്റെ തോളത്ത് കൈ ഇട്ടിട്ട് അവിടെ കഴുത്ത് വേനയുണ്ടാ, വേന ഉണ്ടെങ്കിൽ ഓളിനെ അടിച്ചാൽ മതി, അല്ലെങ്കിൽ മറ്റേത് തേച്ചാൽ മതി. പിറ്റേ ദിവസം രാവിലെയാണ് വീണ്ടും ചായ കുടിക്കുന്നു, ചവിട്ടുന്നു, അടിക്കുന്നു. ആൻഡ് ശ്രീനാഥ് ബാസിയൊക്കെ ബാലയ്യ മോഡിലാണ്. ആൾക്ക് ഓൾറെഡി വയ്യ, ആൾക്ക് കാണുമ്പോ തന്നെ വയ്യ എന്നുള്ള അവസ്ഥയാണ്, പനി പിടിച്ച അവസ്ഥയാണ്. ഈ ലോകത്തുള്ള സകലമായ ഓക്സിജനും വലിച്ചു കേട്ടിയ ഗൊമ്മട്ടൻ സുദേവ് നായരെ അപ്പനായിട്ട് വരും ശ്രീനാഥ് ബാസി. എന്തിനാണ് ഇങ്ങനെ ഏറെ പിടിക്കണെന്നാ മനസ്സിലാവാത്തത്. ഇങ്ങനെ ഏറെ പിടിച്ചു കഴിഞ്ഞാൽ എന്റെ പൊന്നെണ്ണ അവിടെയുള്ള മീനുകൾക്ക് പോലും ഓക്സിജൻ കിട്ടില്ല. അയ്യോ, ബാബുരാജിന്റെ ആദ്യത്തെ ഒരു ഫൈറ്റ് ഉണ്ട്, അതൊരു കിണ്ടൽ ഇടി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ നിർഗുണ സാധനം പറയുന്ന ഒരു മാസം തോന്നുന്നില്ല. ശ്രീനാഥ് ബാസിയെ പിന്നെ സൂപ്പർമാന്റെ വേറെ വേർഷനാണ്. കമ്പി എടുത്ത് മണ്ടയ്ക്ക് അടിച്ചാൽ ചാവില്ല, ഐസ് ഫാക്ടറിയിൽ ഐസിന്റെ ഉള്ളിലിട്ട് പൂട്ടിയാൽ ചാവില്ല. അയ്യേ, ഒരു തൊലിഞ്ഞ പടം. ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫ് ആയപ്പോ ഓൾറെഡി കഥയൊന്നുമില്ല, ഫൈറ്റ് മാസ്റ്റർ ഓടിപ്പോയി തോന്നുന്നു. അപ്പൊ പിന്നെ പാട്ട് റൊമാൻസ് ആയി. അതോ അൺസഹിക്കബിൾസ് ആണ്. സ്വന്തം തന്റെ ഇവനാണ് കൊന്നതെന്ന് നാട്ടുകാർ മൊത്തം പറഞ്ഞു നടക്കുന്നുണ്ട്. ആ കൊച്ചിന് ഇവനാണ് പ്രേമം, ലവ്, പ്യാർ, ബെസ്റ്റ് ഡോട്ടർ ഓഫ് ദി ഇയർ അവാർഡ് ആ കൊച്ചിന് കൊടുക്കണം. ആൻഡ് എനിക്ക് തോന്നുന്നു ആ കരയില് ആകെ 2-3 പെണ്ണുങ്ങളെ ഉള്ളൂ. ഒരു ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ശ്രീനാഥ് ബാസിയാണ്. അത് കണ്ടിട്ട് ബാബുരാജിന് ആ കൊച്ചിന്റെ അടുത്ത് കമ്പം തോന്നുന്നു. പിന്നെ സ്വന്തം തന്തയെ കൊന്ന മകൾക്ക് കൊന്നവനായിട്ട് പ്രേമം. ആ കൊച്ചിനെ വേറൊരുത്തന് ഇഷ്ടം. അയ്യേ, യൂഷ്വൽ കണ്ടുവരുന്ന റിവഞ്ച് സാധനം തന്നെ. വലിയൊരു അണ്ണൻ ഉണ്ടാവും ഒരു നാട്ടില്, അയാളുടെ കയ്യാളായിട്ട് നമ്മുടെ നായകൻ ചേരും. പിന്നീട് അങ്ങേര് തെണ്ടിയാണെന്ന് പറയുമ്പോ അങ്ങേർക്ക് എതിരെ നിൽക്കും, കൂടെയുള്ളവനെ ഒറ്റും. അതൊക്കെ 1990 കൊണ്ട് ഇറങ്ങിയവരെ പടം പൊട്ടിയിട്ടുണ്ടാവും. പെർഫോമൻസ് വൈസ് എല്ലാവരും വെറുപ്പിക്കലായിരുന്നു. കുറെ പേർക്ക് തമിഴിലെ ഹെയർ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു പടം ഇറക്കിയിരിക്കാൻ, അതാണ് ഈ സിനിമ. ബാബുരാജിന്റെ അനിയന്മാരായിട്ട് 2 പേരുണ്ട്. അതിൽ ബൈജു അങ്ങനെ ഏതോ ഒരുത്തരുണ്ട്, ലോക കാമപ്രാന്തൻ. അവനൊക്കെ എനിക്ക് തോന്നുന്നു കാശ് അങ്ങോട്ട് കൊടുത്ത് അഭിനയിച്ചാണ്. ഇതിൽ കുറെ പേരുണ്ട്, എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടിയിട്ട് കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് അഭിനയിച്ചതാണ് ഈ പടത്തില്. ശ്രീനാഥ് ബാസി ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുടെ പെർഫോമൻസ് ഒക്കെ. എന്തിന് ഇജാതി അലവലാതി പടത്തിലൊക്കെ കയറി അഭിനയിക്കണം? സിനിമ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നല്ലേ ഉള്ളൂ. ഇത് ചെയ്തിട്ട് ഇപ്പൊ എന്ത് പേര് കിട്ടാനാണ്? ബെസ്റ്റ് ബോബ് സ്റ്റാർ ഓഫ് ദി ഇയർ എന്ന് ചിലപ്പോൾ അവാർഡ് കിട്ടും, അല്ലാതെ വേറെ ഒന്നും കിട്ടാൻ പോകില്ല. ശ്രീനാഥ് ബാസിക്ക് ഇങ്ങനത്തെ ഈ ഓവർ മാസ് പരിപാടി, ഗുണ്ട പരിപാടി, ഇതൊന്നും എനിക്ക് വർക്കാവുന്നേ തോന്നുന്നില്ല. കാണുമ്പോ നമുക്കൊരു തോന്നണം, ഇന്ന ആള് അടിച്ചിടാൻ എടുക്കണേ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ആസാദി വാസ് നൈസ്. ആസാദി ഭയങ്കര നല്ലൊരു പടം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതെന്താണ്? ശ്രീനാഥ് ബാസി ബാലയ്യ പോലെ 1000 പേര് വരും, 1000 പേരെ തൂക്കിയിട്ട് അടിക്കും. ശ്രീനാഥ് ബാസിക്ക് ഒന്നും പറ്റില്ല. എന്താണ് പൊങ്കാല, നെറ്റ്സ് ഓഫ് ബെട്രയൽ. വരുവിൻ, കാണുവിൻ, പൊങ്കാല ഇടുവിൻ. അതാണ് ഈ സിനിമയ്ക്ക് പറ്റിയൊരു ടാഗ് ലൈൻ. ആമസോൺ പ്രൈമിനൊക്കെ പ്രാന്ത് എന്ന് വേണമെങ്കിൽ പറയാം. അയ്യോ, റൊമാൻസ് ഒക്കെ സഹിക്കില്ല.
ഈ മറ്റേ കൊച്ചു പോയിട്ട് 2 സെന്റി ഡയലോഗ് അടിച്ചിട്ട് കൈനറ്റിക് കൗണ്ടിൽ നിന്ന് തള്ളിയിടുമ്പോഴേക്ക് റൊമാൻസ് ആയി. അയ്യോ റൊമാൻസ്. ആൻഡ് യൂഷ്വലി ദേവരയിലും അതേപോലെ തന്നെ KGF-ലൊക്കെ ഒരു അണ്ണൻ ഉണ്ടാവുമല്ലോ ഈ നായകനെ പൊക്കി അടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ അതേപോലെ സഖാവ് ഉണ്ട്, ഒരു സഖാവ്. ഈ സിനിമയുടെ ഫസ്റ്റ് സീന് കാണിക്കുന്നുണ്ട് ഒരു മറ്റേ ബോട്ട് വെടിവെച്ച് പൊട്ടിത്തെറിപ്പിക്കുന്നു. അത് കണ്ടാൽ തന്നെ നിർത്തിയിട്ട് പോകാൻ തോന്നും. സോ ടു മീ പേഴ്സണലി പൊങ്കാല ഈസ് എൻ അവരാധം, എപ്പിക് അവരാധം. സോ വേണ്ടവർ കണ്ടു നോക്കുക. അവരാധങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പൊങ്കാല is streaming on Amazon Prime.